നമസ്കാരം. ഓണക്കാല കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ട് അവസാനം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത്തവണ എന്തായാലും നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ പല വണ്ടികൾ മാറിക്കയറി ഒടുവിൽ നാട്ടിലെത്തി. ഉത്രാടത്തിൻ്റെ അന്ന് ഏകദേശം വൈകുന്നേരമായി നാട്ടിലെത്തിയപ്പോൾ. അങ്ങനെ പിറ്റേ ദിവസമായി തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി എത്തി. ഗ്രാമദേവതയായ പട്ടാഴി ദേവീക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഒട്ടുമിക്ക പട്ടാഴിക്കാരും ആ ഒരു ദിവസം ആരംഭിക്കുക. അതൊരു എഴുതപ്പെടാത്ത നിയമമാണ്. പല ആളുകളുമായി ബന്ധം പുതുക്കി പല കാഴ്ചകൾ കണ്ട് അങ്ങനെ ആൽച്ചുവട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരു വികാരം കൂടിയാണ്. ഓണത്തപ്പനെ വരവേൽക്കാൻ മനോഹരമായ പൂക്കളം തയ്യാറാണ്. തുമ്പ, മുക്കുറ്റി മുതൽ പലവിധ പൂക്കൾ ഇതിൻ്റെ ഭാഗമാണ്. പലവിധ ജാതി മത വർഗ വർണ്ണങ്ങളിലുള്ള മനുഷ്യർ ഒന്നായി ചേരുമ്പോൾ കേരളം എന്ന മനോഹരമായ പൂക്കളം പിറവിയെടുക്കുന്നത് പോലെ തന്നെ ഈ പൂക്കളവും. എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിൽ ഈ വർഷം ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമായി കരുതുന്നു. വീട്ടിലെ പൂക്കളത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിലും അത് കണ്ടു നിന്ന് ആസ്വദിക്കാൻ എപ്പോഴത്തെയും പോലെ ശ്രമിക്കുകയുണ്ടായി. ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളാണെങ്കിലും ഉച്ചയൂണ് തയ്യാറായി എന്ന ഉൾവിളി എവിടെ നിന്നോ കേൾക്കുന്ന പോലെ തോന്നി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി അങ്ങനെ ചൊറ പറഞ്ഞിരുന്ന ആ ഒരു തിരുവോണ ദിവസം അങ്ങനെ ഇന്നലെ മയങ്ങി അവിട്ടത്തിൻ്റെ അന്ന് പുലരിയിൽ ഉണർന്നു. ഇന്നെന്തായാലും ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടേക്കാണെന്നോ? നമ്മുടെ കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലമൊക്കെ കഴിഞ്ഞാണ് ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര. പുനലൂർ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പുനലൂർ നഗരമധ്യത്തിൽ ഇന്നും തലയെടുപ്പോടുകൂടി നിലനിൽക്കുന്ന ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയാണിത്. ഇതിൻ്റെ ചരിത്രം പറയാനാണെങ്കിൽ ഒരുപാട്. അതിൻ്റെ ഒരു വലിയൊരു ആർക്കിടെക്ചറൽ സ്ട്രക്ചറാണ്. ഒരു വലിയൊരു അതിശയകരമായൊരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പാലം. അതിൻ്റെ കഥ നമുക്ക് മറ്റൊരു സമയത്ത് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ യാത്ര തെന്മലയിലൂടെയാണ്. തെന്മല ആര്യങ്കാവ് വഴിയാണ് യാത്ര. തെന്മല എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഇക്കോ ടൂറിസം പദ്ധതി, ശലഭ പാർക്ക്, അതുപോലെ തന്നെ തെന്മല ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്രദേശമാണ്. ഇവിടെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ ഈ 13 കണ്ണറപ്പാലം എന്ന ഒരു റെയിൽവേ പാലമൊക്കെ നമ്മളെ തേടി വരിക. പണ്ട് മീറ്റർ ഗേജ് സർവീസ് നടത്തിയിരുന്ന സമയത്ത് അതിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ പാലം, 13 കണ്ണറപ്പാലം. ഒരു റെയിൽവേ പാലമാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാത തന്നെയാണിത്. പണ്ട് ഇതിലൂടെ മീറ്റർ ഗേജിൻ്റെ അവസാനത്തെ സർവീസ് നടത്തിയിരുന്ന സമയത്ത് പുനലൂരിൽ നിന്നും ചെങ്കോട്ട വരെ ഞങ്ങളങ്ങനെ പഴയ ഒരു നമ്മുടെ ടൈപ്പ് ടിക്കറ്റ് ഉണ്ടല്ലോ, പഴയ റെയിൽവേ ടിക്കറ്റ്, ചെറിയൊരു കാർഡിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടിക്കറ്റൊക്കെ വാങ്ങി പുനലൂരിൽ നിന്നും കയറി എഞ്ചിൻ്റെ സൈഡിൽ നിന്നായിരുന്നു ആദ്യ യാത്ര. അങ്ങനെ പോലീസുകാരൊക്കെ വന്നിറക്കി അവിടെ നിന്ന് വീണ്ടും സ്ഥലമില്ലാത്തതിനാൽ എല്ലാവരും വന്ന് ട്രെയിനിൻ്റെ മുകളിൽ കയറി. അന്ന് ഈ ഇലക്ട്രിഫൈഡ് അല്ല, അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ മുകളിൽ കയറി ഇരുന്നാണ് യാത്ര ചെയ്തിരുന്നത്. തുരങ്കമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തല താഴ്ത്തേണ്ടി വരും. അത് ഈ ഒരു കാഴ്ച തന്നെ, ആ ഒരു സംഭവം BBC പോലെയുള്ള വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും കവറപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യമൊന്നും ഉണ്ടായി. അത് ക്ലാസ് കെട്ടുകയാണ് പോയത്. തിരിച്ചും അതുപോലെ തന്നെ ആ മഴ നനഞ്ഞ് ട്രെയിനിൻ്റെ മുകളിൽ നിന്ന് ആർത്തുല്ലസിച്ചായിരുന്നു തിരിച്ചുള്ള യാത്രയും. അങ്ങനെ മീറ്റർ ഗേജിൻ്റെ അവസാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പറ്റത്തില്ല, കാരണം ഇലക്ട്രിഫൈഡ് ആയതിനു ശേഷം ഇപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചിറങ്ങേണ്ടി വരില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം നമ്മളെ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി അതിനുവേണ്ടി ആരും ശ്രമിക്കുകയില്ല. ഇതാണ് എസ് വളവ്. പണ്ട് ഈ കള്ളക്കടത്തുകാരെയൊക്കെ തടയാൻ വേണ്ടി അവരുടെ ആ ഒരു യാത്രയ്ക്ക് ഒരു ചെറിയൊരു തടസ്സം എന്നുള്ള രീതിയിലാണ് അത് നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെ എസ് വളവൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നെത്തുന്നത് ചെങ്കോട്ടയുടെ മനോഹരമായ കാഴ്ചയിലേക്കാണ്.
അങ്ങനെ നീണ്ട 75 കിലോമീറ്റർ യാത്രയ്ക്ക് അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നു തിരുമലൈക്കോവിൽ. ഏതാണ്ട് മുൻപ് 2 തവണ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു മലയടിവാരത്തിൽ നിന്ന് പണ്ട് കാൽനടയായിട്ട് ഏതാണ്ട് 652 പടികൾ കയറിയായിട്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. ഇപ്പോൾ അതിലേക്ക് റോഡിങ്ങനെ മല തുരന്ന് ഇങ്ങനെ റോഡ് നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചകളിലൂടെ ഒരു യാത്രയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ നമുക്ക് വാഹനത്തിലൂടെ നടത്താൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങളങ്ങനെ പ്രസിദ്ധമായ അരുൾമിகு തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രം, ഇതൊരു മുരുകക്ഷേത്രമാണ്, ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. മനോഹരമായ പല ഗ്രാമങ്ങളുടെ നടുവിൽ ഒരു ചെറിയ കുന്നിന് മുകളിൽ, മലയുടെ മുകളിൽ ഇങ്ങനെയൊരു ക്ഷേത്രം. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് യാത്രകളാണ്. ആ യാത്രകൾ എത്തിച്ചേരുന്നത് ചില പ്രത്യേക ഇടങ്ങളിലേക്കാകുമ്പോൾ, ആ ഇടങ്ങൾ മനോഹരമായ മറ്റ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ അവിടെയാണ് യാത്ര സംതൃപ്തരാകുക എന്ന് പറയുക, യാത്രയിൽ സംതൃപ്തരാകുക എന്ന് പറയുക. ഈ പറയുന്ന ഒട്ടുമിക്ക ഗ്രാമത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പല പ്രസിദ്ധമായ സിനിമകളുടെയും ഷൂട്ടിങ്ങുകൾ നടന്ന പ്രദേശങ്ങളാണ്. ഒട്ടുമിക്ക ഹിന്ദി, തമിഴ് സിനിമകളുടെയും മലയാള സിനിമകളുടെയും ഒക്കെ ഷൂട്ടിങ് ഇവിടെയായിരുന്നു നടന്നിരുന്നത്. പഴയ ദ്രവീഡിയൻ ക്ഷേത്ര നിർമ്മാണ രീതിയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കൽത്തൂണുകളിലും ഭിത്തികളിലുമൊക്കെ കാണാൻ കഴിയുക. കല്ലിൽ കൊത്തിവെച്ചൊരഴകി എന്ന വരികളെ അന്വർത്ഥമാക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുക. അങ്ങനെ ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ക്ഷേത്രക്കുളത്തിനുമുണ്ടൊരു പ്രത്യേകത. ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ വേനൽക്കാലത്ത് പോലും ഉറവ വറ്റാതെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ഈ മനോഹരമായ ഒരു കാഴ്ചയാണിത്. കുറേ നേരം അങ്ങനെ കാഴ്ചകൾ കണ്ടും ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭംഗി അങ്ങനെ ആസ്വദിച്ചുമൊക്കെ സമയം ചിലവിട്ടു. ഇനി എവിടേക്കാണ് യാത്രയെന്നോ? ആ കാണുന്ന വേലി നമുക്ക് ദിശ തെളിയിക്കുന്നു. അതെ, അങ്ങ് ദൂരെ മേക്കര എന്ന ഗ്രാമത്തിലേക്ക്. പണ്ടെങ്ങോ നമുക്ക് നഷ്ടപ്പെട്ട, നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെട്ട ആ ഗ്രാമീണ ഭംഗി. പണ്ടൊക്കെ പലപ്പോഴും ചിത്രങ്ങളിലൊക്കെ കാണുന്ന, പലപ്പോഴും ചിത്രം വരയ്ക്കുമ്പോൾ കാണുന്ന ഒരു മനോഹരമായ ചിത്രം പോലെ തന്നെ എത്ര മനോഹരമാണെന്നറിയാം. നെൽവയലുകൾക്ക് കാവലായി തണലൊരുക്കിയ തെങ്ങിൻ തോപ്പുകൾ. ഇതെന്ന് ഈ മലയടിവാരത്തിൽ ഇതുപോലെയുള്ളൊരു കാഴ്ച നമ്മുടെ കേരളത്തിൽ എങ്ങും, പാലക്കാട് പോലും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യാത്ര അങ്ങനെ മേക്കര ഡാമിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെങ്കിലും ഈ പോകുന്ന വഴിയാണ് ഈ ഒരു കാഴ്ചയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് തന്നെ പറയാൻ കഴിയുക. ഒട്ടുമിക്ക മലയാളികളും ഇതിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ പല ഭാഗത്തും ഇങ്ങനെ ഇരുന്നും നിന്നും സൊറ പറഞ്ഞും ഒക്കെ കുടുംബവുമായിട്ട് വന്ന് ഈ നെൽക്കതിര് പോലെ കിന്നാരം പറഞ്ഞിരുന്ന് സമയം ചിലവഴിക്കുകയാണ്. നമ്മുടെ നാട്ടിലില്ലാത്തതാണ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ വന്ന് കാണേണ്ടി വരുന്നത്.
ഇന്ന് ഈ പ്രദേശമൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും പണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടക്കുന്നതിന് മുമ്പ് ഇത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ അത് തമിഴ്നാടിൻ്റെ ഭാഗമായതുകൊണ്ടാകാം അതേ ഒരു ഭംഗിയോടുകൂടി ആ ഒരു എന്താ പറയുക തനിമയോടുകൂടി തന്നെ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത്. ഇത് മേക്കര ഡാമാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം എന്താ പറയുക ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയം ഇവിടെ ചിലവഴിച്ച് അതിൽ സംതൃപ്തനായി തിരികെ യാത്ര. ബൈ.